നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു. 194 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്തും, കുറവ് ആലത്തൂരും. ആലപ്പുഴയിൽ തന്നെ തോൽപ്പിക്കാൻ ആസൂത്രിത നീക്കമെന്ന് ശോഭാ സുരേന്ദ്രൻ. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷ ചിഹ്നം. ഹൈറിച്ച് തട്ടിപ്പ് കേസ് CBIക്ക് സർക്കാർ ഉത്തരവിറക്കി. കേസിന്റെ വിശദാംശങ്ങൾ CBIക്ക് കൈമാറി. നടന്നത് 1630 കോടി രൂപയുടെ തട്ടിപ്പ്. പാനൂർ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെന്ന മൊഴി. മരിച്ചവരുടെ വീട് സന്ദർശിച്ചത് നാട്ടുനടപ്പെന്ന് മുഖ്യമന്ത്രി. പിടിയിലായത് സന്നദ്ധ പ്രവർത്തനം നടത്താൻ പോയവരെന്ന് MV ഗോവിന്ദൻ. ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിയാൻ CPMനാകില്ലെന്ന് VD സതീശൻ. തൃശൂരിൽ CPMന് അധിക സ്വത്തുക്കൾ ഉള്ളതായി ED. കണ്ടെത്തിയ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടില്ലെന്ന് MM വർഗീസ്. PK ബിജുവും MM വർഗീസും ഹാജരായി. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ വിശദീകരണവുമായി ഇടുക്കി രൂപത. സിനിമ പ്രണയ ചതിക്കുഴിയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നത്. കേരള സ്റ്റോറി കള്ളക്കഥയെന്ന് പ്രതിപക്ഷ നേതാവ്. ചിത്രത്തിൽ കേരള കമ്മ്യൂണിസ്റ്റ് മുസ്ലിം വിരുദ്ധത മാത്രമെന്ന് MV ഗോവിന്ദൻ.